Good morning. Good morning, ma'am. Morning. Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? Okay, sir. Sadira. Okay. Smile മാറിപ്പോയി അല്ലേ? Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയായിരുന്നോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ? വായിച്ചു നോക്കി സുഷ. Okay. Okay. What is the main difference between ordinary purchase and capital equipment purchase? ആർക്ക് പറയാൻ പറ്റും എന്താ ഡിഫറൻസ്? ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ആരെങ്കിലും ഒരാള് പറയോ? സുഷ പറയോ? സുഷ. ഇപ്പോഴാണോ വായിച്ചു നോക്കുന്നത്? സുഷയ്ക്ക് ഇത് പറയാൻ പറ്റുമോ? സുഷയുണ്ടോ? ആ, ക്യാപിറ്റൽ എക്വിപ്മെന്റ് ആണെങ്കിൽ എന്താണ്? High ആ, ഹൈ ആയിരിക്കും. എന്ത് ഹൈ ആയിരിക്കും? എന്താ പോയിന്റ് വരുന്നത്? in capital equipment. നെഗോഷിയേഷൻ അല്ലെ? എക്സ്റ്റെൻഡ് ഓഫ് നെഗോഷിയേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? ലീഡിംഗ് ടൈം എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ എക്വിപ്മെന്റ് ആണെങ്കിൽ? Leading time requirement high in capital. ആ, ഹൈ ആണ്. ഹൈ അല്ലേ? ക്യാപിറ്റൽ എക്വിപ്മെന്റിന്റെ ഹൈ ആണ് ലീഡിംഗ് ടൈം വരുന്നത്. പിന്നെ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചറോ? Very high in capital equipment. ആ, വെരി ഹൈ ആണ്. എല്ലാത്തിനും വെരി ഹൈ ആണ്. ഈ സോഴ്സസ് എങ്ങനെയാണ്? Low ആയിരിക്കും capital. എന്താണ് ലോ ആൻ കാരണം? പറയാൻ പറ്റുമോ? Availability sources. ആ, അതിന്റെ കാരണം എന്തായിരിക്കും? സാധാരണ പർച്ചേസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസോഴ്സസുകൾ കിട്ടും അല്ലെ? അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്വിപ്മെന്റ് ആണെങ്കിൽ എല്ലാവരും നല്ല വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ സോഴ്സസ് ഒക്കെ കുറവായിരിക്കും, അവൈലബിലിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി ഒരു ഓർഗനൈസേഷനില് നമ്മളൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം വഴികളിലൂടെയാണ് ഐറ്റംസ് വാങ്ങിക്കാം? 3 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ആ, ന്യൂ എക്വിപ്മെന്റ് വാങ്ങിക്കാം, ന്യൂ പർച്ചേസ് ആയിട്ട് വാങ്ങിക്കാം. പിന്നെ ലീസിംഗ് വഴി വാങ്ങിക്കാം. പിന്നെ ഓൾഡ് പർച്ചേസ് അല്ലെ? ഓൾഡ് എക്വിപ്മെന്റ്. ഓക്കെ. ഇനി നമ്മള് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്വിപ്മെന്റില് ഫാക്ടേഴ്സ് പഠിച്ചല്ലേ? ഏതൊക്കെയായിരുന്നു ഫാക്ടേഴ്സ്? 2-3 എണ്ണം പറഞ്ഞേ. ഫാക്ടേഴ്സ് എന്തായിരുന്നു? എക്കണോമിക് ലൈഫ്. എക്കണോമിക് ലൈഫ് എന്തായിരുന്നു? അറിയാവുന്നത് പറഞ്ഞു ഒന്ന്. എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷനിൽ എന്താ പറഞ്ഞത്? കൂടാതെ എത്ര വർഷം മിഷൻ ഉപയോഗിക്കുന്നു? ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തായിരുന്നു? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ അല്ലേ? എന്തായിരുന്നു ഫിസിക്കൽ ലൈഫിൽ പറഞ്ഞിരുന്നത്? പറഞ്ഞോ, നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ഉൽപാദനക്ഷമത. ആ, ഫിസിക്കൽ ലൈഫിൽ എന്തായിരുന്നു? ആ, മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് എത്ര നാളത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആണ് കേട്ടോ. ശരി. ഓക്കെ.
ഇനി ടാക്സ് ലൈഫ് എന്തായിരുന്നു? ടാക്സ് ലൈഫ് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്ര നാൾ കൊണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. ഇനി ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ആരിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? ഓൾഡ് എക്യുപ്മെന്റ്സ് ആരിൽ നിന്നാ വാങ്ങിക്കാൻ പറ്റുക? ഓൾഡ് എക്യുപ്മെന്റ് ഓണറിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഓണറിൽ നിന്ന്. പിന്നെ ഡീലേഴ്സിൽ മേടിക്കാൻ പറ്റും. ഡീലേഴ്സിൽ നിന്ന്. പിന്നെ ബ്രോക്കേഴ്സ്. പിന്നെ നമുക്ക് ലേലത്തിൽ മേടിക്കാൻ പറ്റും. ലേലത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെയാണ്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. എന്താണ് ലീസിംഗ്? ലീസിംഗ് നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു ലീസിംഗ്? എന്താണ് ലീസിംഗ്? ലീസിംഗ് എന്താ? വാടകയ്ക്ക് അല്ലെ, റെന്റിന് എടുക്കുന്നു. എക്യുപ്മെന്റ് എന്ത് ചെയ്യുന്നു? റെന്റിന് എടുക്കുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. ഓക്കെ, നോക്കിയേ. ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes. എന്താ പറയുന്നത്? ലീസിംഗ് ഈസ് എ പ്രോസസ് ആണ്. അടിയിൽ വരച്ചു വെക്കണം കേട്ടോ, ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes. എന്താ പറയുന്നത്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന പ്രക്രിയയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള റൈറ്റ് അല്ലെ, റൈറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? ലീസിംഗ് പ്രോസസ് അല്ലെങ്കിൽ ലീസിംഗ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes. ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. അതെന്താന്നാ പറഞ്ഞത്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം, റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാല് അവകാശം മാറുന്ന പ്രക്രിയയാണ് നമ്മള് ലീസിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ടോ ആൾക്ക്? ഇപ്പൊ ഞാനൊരു സാധനം അല്ലെങ്കിൽ എന്താണ് ഒരു കാറ്, സെക്കൻഡ് ഹാൻഡ് കാർ എന്ത് ചെയ്തു? വാടകയ്ക്ക് എടുത്തു അല്ലെങ്കിൽ റെന്റിന് എടുത്തു. അപ്പോ അയാൾ എന്താണ്? ആ പ്രോപ്പർട്ടി എനിക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമേ തരുന്നുള്ളൂ അല്ലെ. ഓണർഷിപ്പ് തരുന്നുണ്ടോ? എനിക്ക് ഓണർ തരുമോ? അല്ലെങ്കിൽ എന്താണ് ഡീലേഴ്സ് തരാറുണ്ടോ? എങ്ങനെയാ ചെയ്യാറ്? ഇല്ല. അപ്പൊ എന്താണ്? ഓണർഷിപ്പ് കൈമാറാതെ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമാണ് വാങ്ങിക്കുന്ന ആൾക്ക് തരുന്നത്. ആ പ്രോസസ്സിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടിയിൽ വരച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഇനി എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ ഹു ഗിവ് എക്യുപ്മെന്റ് ഫോർ ലീസ് അല്ലെ. നമ്മള് റെന്റിന് ഉപകരണങ്ങൾ നൽകുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താ മോളെ പറയേണ്ടത്? ലീസിംഗ് ആണോ പറയേണ്ടത്? ലീസിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഉപകരണം കൈമാറുന്നതിനുള്ള അവകാശം മാത്രമാണ്. ആ അവകാശം നമ്മൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് നൽകുകയും ഓണർഷിപ്പ് എന്താണ്? ഡസ് നോട്ട് ചേഞ്ച്. ഓണർഷിപ്പ് തരുന്നില്ല, ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം മാറുന്നില്ല. ആ ഉപകരണം വാങ്ങിക്കുമ്പോൾ ആ ഉപകരണം എന്താണ്? കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമാണ് നമ്മൾക്ക് തരുന്നത്. അതാണ് ലീസിംഗ് എന്ന് പറഞ്ഞാല്. ഓണർഷിപ്പ് ആ ഡീലറിന്റെ കയ്യിലായിരിക്കും. ക്ലിയർ ആയോ? ലീസിംഗ് മനസ്സിലായ? ഓക്കെ. ഇനി എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറയുന്നത് പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. എന്താ പറയുന്നത്? പാട്ടത്തിന് അല്ലെങ്കിൽ എന്താണ്? റെന്റിന് ഉപകരണങ്ങൾ നൽകുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സർ ആരാണ്? നമുക്ക്
ഉപകരണം യൂസ് ചെയ്യാൻ തരുന്ന വ്യക്തി അല്ലെ, അയാളുടെ കയ്യിലായിരിക്കും ഓണർഷിപ്പ് ഉള്ളത്. അയാളുടെ ഉപകരണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തരുന്നു. ആ ഉപകരണം നൽകുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെസ്സർ എന്ന് പറയുന്നത്. ഉപകരണം, വാടകയ്ക്ക് ഉപകരണങ്ങള് നൽകുന്ന വ്യക്തി ലെസ്സർ എന്ന് പറയുന്നു. ഇനി എന്താണ്, ആൻഡ് ലെസ്സി. ലെസ്സി, the person who acquire a particular equipment, അല്ലെ? എന്താണ്, ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി. ഇപ്പൊ ഞാനാണ് ഒരു ഉപകരണം വാങ്ങിച്ചതെങ്കിൽ ഞാൻ സ്വീകരിച്ചു അല്ലെ ആ ഉപകരണം, അപ്പൊ ഞാനാണ് ലെസ്സി എന്ന് പറയുന്നത്. ഉപകരണം തരുന്ന ആളെ ലെസ്സർ എന്നും ഉപകരണം സ്വീകരിക്കുന്ന ആളെ ലെസ്സി എന്നും പറയുന്നു. ക്ലിയർ ആയോ? അപ്പോ ലീസിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻഡ് എക്യുപ്മെന്റ് ചേഞ്ച് ബട്ട് ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഉപകരണം ഉപയോഗിക്കാനായിട്ടുള്ള അവകാശം മാത്രമാണ് നമുക്ക് നൽകുന്നത്, ഓണർഷിപ്പ് കൈമാറുന്നില്ല. ആ പ്രോസസ്സിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഇനി ലീസിംഗില് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ലെസ്സർ ഉണ്ട്, ലെസ്സി ഉണ്ട്. ലെസ്സർ എന്ന് പറയുന്നത് എന്താണ്, ദ പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ ദ ലീസ്. ഉപകരണം വാടകയ്ക്ക് നൽകുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി ആരാണ്, ഉപകരണം സ്വീകരിക്കുന്ന ആള് അല്ലെങ്കിൽ ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്, ഉപകരണം. ഇപ്പോ നമ്മൾ ഒരു ഉപകരണം നമ്മൾ വാടകയ്ക്ക് എടുക്കും അല്ലെ, അതിന്റെ കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്. എന്തിനാണ് ലീസിംഗ്, നമ്മൾ വാടകയ്ക്ക് ഒരു ഉപകരണം എടുക്കുന്നത് എന്തിനാണ്, ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ്, കുറച്ച് ഫണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു പുതിയൊരു ഉപകരണം വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു, ലീസിന് വാടകയ്ക്ക് എടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ലീസിംഗ് ഈസ് എ ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. ലീസിങ്ങിന് ഉപകരണങ്ങൾ എടുക്കുന്നതിന്റെ കാരണങ്ങളാണ് ഇവിടെ ചെറിയ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. നമ്മുടെ കയ്യില് ആ ഉപകരണം വാങ്ങിക്കുന്നതിന് കുറച്ച് ഫണ്ട് ഉള്ളൂ അല്ലെങ്കിൽ കുറെ പൈസ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ലീസിങ്ങിന് വാടകയ്ക്ക് ആ ഉപകരണം എടുക്കുന്നത്. ഇനി എന്താണ്, ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്സ് അല്ലെ. നമ്മൾ പഠിച്ചു ഇപ്പൊ കാറ്, സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ലൈസൻസ് കിട്ടി നമ്മളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അത് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എന്ത് വാങ്ങിക്കുന്നത്, കാറ് വാങ്ങിക്കുന്നത്. അപ്പോ അതും എന്താണ്, ഒരു കാരണമാണ് എന്നാണ് പറയുന്നത്. ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഓൾഡ് ഉപകരണം വാങ്ങിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്, ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ഈസ് എക്യുപ്മെന്റ് ഈസ് നീഡഡ്. എന്താണ്, ചിലപ്പോ കുറച്ച് നാളത്തേക്ക്, ചിലപ്പോ എന്താണ് കുറച്ച് നാളത്തേക്ക് നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ചിലപ്പോ എന്താണ്, ഇപ്പൊ കല്യാണത്തിനൊക്കെ എന്താ ജനറേറ്ററൊക്കെ വാടകയ്ക്ക് എടുക്കാറില്ലേ, അല്ലെങ്കിൽ ലൈറ്റ് അല്ലെ, നമ്മള് ലൈറ്റുകളൊക്കെ വാടകയ്ക്ക് എടുക്കാറില്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങള് ജനറേറ്ററൊക്കെ വാടകയ്ക്ക് എടുക്കണത്? എന്തിനു വേണ്ടിയിട്ടാണ്, കല്യാണത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോ 2 or 3 ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യം. അപ്പൊ കുറച്ച് നാളത്തേക്ക് അല്ലെ, ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിന് വാടകയ്ക്ക് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ആ ഡ്യൂറേഷൻ, സമയത്തിന്റെ ആ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങള് വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇനി എന്താണ്, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ടു അവോയ്ഡ് ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. എന്താ പറയുന്നത്, ടു അവോയ്ഡ് ഹ്യൂജ് ലീഡ് ടൈം അല്ലെ. ചിലപ്പോ ചില സാധനങ്ങള് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഉണ്ടാക്കിയെടുക്കുക, അത് മാനുഫാക്ചർ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റി നമ്മളുടെ അടുത്ത് എത്തിക്കുന്നതിന് കുറെ ലീഡ് ടൈം ഒക്കെ വേണ്ടി വരും അല്ലെ. സാധനങ്ങള് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് കുറെ ലീഡ് ടൈം വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ലീസിംഗിൽ നിന്ന് അല്ലെങ്കിൽ വാടകയ്ക്ക് നമ്മൾ സാധനങ്ങള് എടുക്കാറുണ്ട്. ലീഡ് ടൈം കുറെ വരുന്ന
കുറെ ആയിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് താൽക്കാലികമായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിന് വാടകയ്ക്ക് നമ്മൾ സാധനങ്ങൾ എടുക്കാറുണ്ട്. അത് കിട്ടുന്നത് വരെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഇനി എന്താണ്, or when the capital equipment is available only on lease. എന്താ പറയുന്നത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് കുറെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണ്, കുറെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ചിലപ്പോ അതെന്താണ്, നമ്മള് സപ്ലൈസിനോട് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറെ നാൾ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിന് സാധനങ്ങൾ എടുക്കാറുണ്ട്, വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലീസിങ്ങിന് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതിന്റെ കാരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. നമ്മുടെ കയ്യില് പണമില്ലാത്തതിന്റെ ഒരു കുറവ് പോലെ നമ്മള് ലീസിങ്ങിന് വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ എന്താണ്, ഒരു എക്സ്പീരിമെന്റിന് അല്ലെ, ഒരു എക്സ്പീരിയൻസിനായിട്ട് ഞാൻ പറഞ്ഞു അല്ലെ, കാറൊക്കെ ഓടിച്ച് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് ലീസിങ്ങിന്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ എടുക്കാറില്ല റെന്റിന് വണ്ടികള്, ചിലപ്പോ 2 ആഴ്ചക്കോ 3 ആഴ്ചക്കോ റെന്റിന് എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു താൽക്കാലിക ആവശ്യത്തിന് അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പെരിമെന്റിന് അവരുടെ ആവശ്യം നടക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്, ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ചിലപ്പോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ എന്താണ് 2-3 ദിവസത്തിനൊക്കെ എന്താണ് ലൈറ്റോ അല്ലെങ്കിൽ ജനറേറ്ററോ ഒക്കെ വാടകയ്ക്ക് എടുക്കാറുണ്ട്. ആ ഡ്യൂറേഷൻ ടൈം അനുസരിച്ച് നമ്മള് ലീസിന് സാധനങ്ങള് വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ എന്താണ്, ടു പ്രൊവൈഡ് ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ കുറെ ടൈം വേണ്ടി വരും. അപ്പൊ അത് കിട്ടുന്നത് വരെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്, when the capital equipments is available only on lease. അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഒക്കെ കുറെ അന്വേഷിച്ചിട്ട് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിനത് വാടകയ്ക്ക് എടുക്കും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കട്ടോ. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ലീസിങ്ങിന് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിന് കാരണങ്ങളാണ് കേട്ടോ. ഒന്ന് അവിടെ എഴുതി വെക്കുക. വായിച്ചിട്ട് ഇപ്പോ ഇനി പരീക്ഷയ്ക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല, മലയാളത്തിൽ അത് എഴുതി വെക്കണം കേട്ടോ. വായിച്ചു നോക്കട്ടോ പോയിന്റ്സ്. ലീസിംഗ് പറയണോ, ലീസിംഗ് എന്താണ്, ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment changes but ownership does not change. എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രോസസ് ആണ്. ലീസിംഗ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു സാധനം, ഒരു ഉപകരണം കൈമാറുന്നതിനുള്ള അവകാശമാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. ഓണർഷിപ്പ് കൈമാറുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കാറ് വാടകയ്ക്ക് എടുത്തു. അപ്പോ ആ കാറ് തരുന്ന ആ വ്യക്തിയിലായിരിക്കും ഓണർഷിപ്പ് ഉള്ളത്. ആ അവകാശം എനിക്ക് തരുന്നില്ല. കാറ് യൂസ് ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ, അല്ലെങ്കിൽ ആ റൈറ്റ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ക്ലിയർ ആയോ? ലീസിംഗ് എന്ന് പറഞ്ഞാല് മനസ്സിലായോ? ലീസിംഗ്. ഓക്കെ. ഇനി ലീസിംഗിലെ എന്താണ്, 2 പേഴ്സൺസ് ഉണ്ട് അല്ലെ, ലെസ്സറും ഉണ്ട് ലെസ്സിയും ഉണ്ട്. ലെസ്സർ ആരാ ലെസ്സർ? ഉപകരണം ലീസിന് വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി ആരാണ്? ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി, വാങ്ങുന്ന വ്യക്തി. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, വായിച്ചു കഴിഞ്ഞോ നിങ്ങള്? ക്ലിയർ ആയോ? ലീസിന് എടുക്കുന്നതിന്റെ കാരണങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്. എന്തൊക്കെ ഗുണങ്ങളാണ്, അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ബെനഫിറ്റ് ആണ് ലീസിനുള്ളത്? ഏതൊക്കെയാണ്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. എന്താണ്, നമ്മൾ മുടക്കുന്ന മുതൽ മുടക്ക് കുറവ് മതി അല്ലെ. പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോ, ഇപ്പൊ പുതിയൊരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ്, 10 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ.
ലീസിങ്ങിൽ എങ്ങനെയാണ് വാടകയ്ക്ക് എടുക്കുമ്പോ കുറവ് മുതൽ മുടക്ക് എടുത്താൽ മതി അല്ലെ. അതാണ് എന്ത് സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസൻഡ്. എന്താ പറയുന്നത്? ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാഹരണപ്പെടുക അല്ലെ. ചിലപ്പോൾ എന്താണ് നശിച്ചു പോകും, നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഓൾഡ് ഫാഷൻ ആയി പോണത്, അപ്ഡേറ്റഡ് ആയി പോണതൊക്കെ എന്താണ് അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെന്താണ് മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ദ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. മെയിൻ്റെനൻസ് വർക്കുകൾ ആർക്ക് ചെയ്യാൻ പറ്റും? ലെസ്സറിനും ലെസ്സിക്കും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? മെയിൻ്റെനൻസ് വർക്ക് മനസ്സിലായില്ലേ? ആ ഉപകരണം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് ചിലപ്പോ നിന്ന് പോവാം, റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവുമ്പോ ഈ രണ്ടു പേർക്കും അത് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അതുപോലെ എന്താണ് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്താ? പ്രൊക്യൂർമെന്റ് എന്താ? സംഭരണം. പ്രൊക്യൂർമെന്റ് മീൻസ് സംഭരണം. പ്രൊക്യൂർമെന്റ് ഓഫ് procurement of the equipment lead time is lessened. അപ്പോ സംഭരണത്തിന് വേണ്ടിയിട്ടും സംഭരണവും അതുപോലെ ലീഡ് ടൈമും കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് ആ സാധനം അത് ചിലപ്പോ സപ്ലയറുടെ അടുത്ത് നമ്മൾ പോയി ചോദിക്കും എന്താണ്, ചിലപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ ഉദ്ദേശിച്ച എക്യുപ്മെന്റ് ഒന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ അത് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ എത്തിക്കാനായിട്ട് കുറെ നാളെടുക്കും അല്ലെ. അതുകൊണ്ട് ഈ ലീസിങ്ങിന് എന്തായിരിക്കും? ലീസിങ്ങിന് അപ്പോ ലീഡ് ടൈമും സംഭരണവും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? കുറവ് മുതൽ മുടക്ക് മതി അല്ലെ. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. കുറവ് മുതൽ മുടക്ക് മതി. അതുപോലെ എന്താണ്? റിസ്ക് ഓഫ് ഒബ്സലൻസ്, കാലാഹരണപ്പെടുന്നത്. അതുപോലെ എന്താണ് അപ്ഡേറ്റഡ് ആയ ഉപകരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് മെയിൻ്റെനൻസ് വർക്ക്, റിപ്പയർസ് വർക്ക് ഒക്കെ ആരൊക്കെ ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ലെസ്സറിനും ലെസ്സിക്കും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി എന്താണ് പ്രൊക്യൂർമെന്റ്, അതുപോലെ എന്താണ് ലീഡ് ടൈമും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. ഇനി നോക്കിയേ, അതിൽ നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാട്ടോ, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള 2 പോയിന്റ് ആണ്. എന്താണ് ഔട്ട്ലേ എന്ന് പറയുന്നത്? ഓക്കെ, an amount of money spent on something. എന്താ പറയുന്നത്? ഒരു സാധനം വാങ്ങിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിലവാക്കുന്ന തുകനെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരച്ചു വെക്കാം. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള 2 പോയിന്റ് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഔട്ട്ലേ ഉണ്ട്, ഒബ്സലൻസ് ഉണ്ട്. ഔട്ട്ലേ എന്ന് പറയുന്നത് എന്താണ്? an amount of money spent on something. എന്താണ്? ഒരു സാധനം വാങ്ങാനായിട്ട് ചെലവാക്കുന്ന തുക, അതിനെ പറയുന്നതാണ് ഔട്ട്ലേ. ക്ലിയർ ആയ? നെക്സ്റ്റ് പറയട്ടെ. ഒബ്സലൻസ് എന്താണ്? ഒബ്സലൻസ് എന്താണ്? കാലാഹരണപ്പെടൽ അല്ലെ. അപ്പൊ ഒബ്സലൻസ് എന്ന് പറയുന്നത് നോക്കിയേ, the process of being updated or old fashioned and no longer used എന്ന് പറഞ്ഞില്ലേ, അത് മേലെ എഴുതേണ്ട ഇതാണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അടിയിലേക്ക് അങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. അതൊന്ന് മേലെ എഴുതി ചേർക്കണം കേട്ടോ. നോ ലോങ്ങർ യൂസ്ഡ്. The process of being updated or old fashioned and no longer used. no longer used എന്ന് പറഞ്ഞത് മുകളിലോട്ട് എഴുതി ചേർക്കാം. ഓക്കെ. അപ്പൊ എന്താണ്? കാലാഹരണപ്പെട്ടതോ ഏതാണ് പറയേണ്ടത്? സുഷ, പ്രിന്റിംഗ് മിസ്റ്റേക്കിന്റെ കാര്യമാണോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നത് നോ എന്ന് കൊടുത്തിട്ടില്ലേ, അതിന്റെ അവിടെ ചേർക്കേണ്ടതാണ്. അവന്റെ അടിയിലേക്ക് എടുക്കുന്നത് ലോങ്ങർ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടിയിലേക്കായി പോയതാണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അത് മോളിലേക്ക് എഴുതി ചേർക്കാം. നോ ലോങ്ങർ യൂസ്ഡ് എന്നാക്കണം കേട്ടോ. ക്ലിയർ ആയ? മിസ്റ്റേക്ക് മനസ്സിലാക്കി. അപ്പോ ഒബ്സലൻസ് എന്ന് പറയുന്നത് എന്താണ്? കാലാഹരണപ്പെട്ടതോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ. അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. കാലാഹരണപ്പെട്ടതോ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മളൊരു സാധനം ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്നത്, ആ അവസ്ഥേനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. കാലാഹരണപ്പെടൽ, യൂസ് ചെയ്യാൻ പറ്റാതെ ആകുന്ന അവസ്ഥ, ഒരു ഉപകരണം ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്ന അവസ്ഥേനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ എന്തായിരുന്നു? ഒരു ഉപകരണം വാങ്ങാനായിട്ട് ചെലവാക്കുന്ന തുക, അതിനെ പറയുന്നതാണ് ഔട്ട്ലൈൻ. കിട്ടിയത്? മനസ്സിലായ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്? എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് വരാം? നോക്കിയേ, ഹി ഈസ് ദ ലെസ്സർ. ലെസ്സറിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റുണ്ട് കേട്ടോ. LESSOR എന്നാക്കണം കേട്ടോ. എല്ലാത്തിലും അവിടെ തെറ്റുണ്ട്. ലെസ്സർ എന്ന് പറഞ്ഞിരിക്കുന്നത് SSER എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് OR എന്നാക്കാം. ഓക്കെ, he is the lesser who controls the equipment. അപ്പൊ എന്താണ്? ലീസിംഗില് എല്ലാ മിഷന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലെസ്സർ ആണ്. ലെസ്സിക്ക് ഒരു റോളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ എന്താണ്? ലെസ്സർ ഹാസ് ദ ആക്സസ് ടു ദ എക്വിപ്മെന്റ് ഇൻസ്പെക്ഷൻ. അല്ലെ? എന്താണ്? എക്വിപ്മെന്റിന് എന്തെങ്കിലും റിപ്പയർസോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കുന്നത് ആരാണ്? ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആരാണ്? അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത്, എക്വിപ്മെന്റിനെ നിരീക്ഷിക്കുന്നത് ആരായിരിക്കും? ലെസ്സർ ആണ്. ഇനി എന്താണ്? ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു കേസ് ദ ലെസ്സി പീരീഡ്. ലീസ് പീരീഡ് എന്താ പറയുന്നത്? ഈ ലെസ്സർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഉപകരണം കൊടുക്കുന്ന ആണല്ലേ. ലെസ്സിക്കാണ് ഉപകരണം കൊടുക്കുന്നത്. അപ്പോ ഇവര് തമ്മില്, ലെസ്സറും ലെസ്സിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റിൽ ഇപ്പൊ ലെസ്സർക്ക് തോന്നുകയാണ് ഞാൻ കൊടുക്കുന്ന ഉപകരണം മറ്റേ ആള് മര്യാദക്കല്ല ഉപയോഗിക്കുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് അല്ല ലെസ്സി ഈ ഉപകരണം യൂസ് ചെയ്യുന്നതെങ്കിൽ ലെസ്സറിന് ഈ കരാറ് സ്റ്റോപ്പ് ആക്കാനായിട്ടുള്ള എന്താണ് അങ്ങനെയുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഈ കരാറ് നിർത്തലാക്കാൻ, സ്റ്റോപ്പ് ആക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ക്ലിയർ ആയോ? ഡിസ്അഡ്വാൻറ്റേജ് 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? എല്ലാ കൺട്രോളും, എക്വിപ്മെന്റിന്റെ എല്ലാ കൺട്രോൾസും ആരുടെ കയ്യിലാണ്? ലെസ്സറിനാണ്. അതുപോലെ എന്താണ്? ഈ എക്വിപ്മെന്റ് ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും ആർക്കാണ്? ലെസ്സറിനാണുള്ളത്. അതുപോലെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലെസ്സറിന് തോന്നുകയാണ് ഉപകരണം നല്ല രീതിയിലല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടല്ല ആ വ്യക്തി അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്താണ്? ലെസ്സറിന് ആ കരാറ് നിർത്തലാക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ, ചോദിക്കാം. ഓക്കെ, എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇനി എന്താണ്? ഷെയർഡ് സർവീസ് ആർ ഡൺ ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻസിനറേറ്റർ. എന്താണ് ഇൻസിനറേറ്റർ? ഇൻസിനറേറ്റർ എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇൻസിനറേറ്റർ എന്താ? മിഷ്യനാണ്. എന്തിനുള്ള മിഷ്യനാ? മിഷ്യനാണ്, മനസ്സിലായി. എന്തിനുള്ള മിഷ്യനാ? വേസ്റ്റ് കത്തിച്ച് കളയാൻ. വെരി ഗുഡ്. വേസ്റ്റ് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കത്തിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന മിഷ്യനാണ് ഇൻസിനറേറ്റർ. അതുപോലെ എന്താണ്? ലോണ്ടറി സർവീസ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങള്. അപ്പൊ അതിലെന്താണ്? വാഷിംഗ് മെഷീൻ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എന്താണ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഇപ്പൊ സ്മോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് കുറെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ
എന്താണ് വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കാശ് ചെലവാകും അല്ലെ, കറണ്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ചെലവാകുന്നത് കൊണ്ട് തന്നെ ഇൻസിനറേറ്റർ ആയാലും വേസ്റ്റ് കത്തിക്കുമ്പോൾ അങ്ങനെയുള്ള സൗകര്യം സ്മോൾ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, പുറത്ത് ലീസിന് കൊടുക്കും. അവരുമായിട്ടൊരു കോൺട്രാക്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഇൻസിനറേറ്ററും വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള കാര്യങ്ങൾ. തുണികൾ അലക്കുന്നതായാലും അതുപോലെ തന്നെ വേസ്റ്റ് കത്തിക്കുന്നതായാലും സ്മോൾ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്താണ് അവർക്ക് കുറെ ചിലവാക്കേണ്ടി വരും, തുകകളൊക്കെ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താണ് പുറത്ത് ലീസിന് കൊടുത്ത് അവരുമായിട്ടൊരു കോൺട്രാക്ട് വെച്ച് അത് ഡിസ്പോസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? അത് ഇത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, കൂടുതൽ പഠിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി എന്താണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ് ഒരു ഉപകരണത്തിന്റെ സെലക്ഷനും സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്, സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ ഒരു ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്, യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അവർക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആവശ്യമാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങള് അവരുടെ ആവശ്യങ്ങള് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകരണങ്ങള് തെരഞ്ഞെടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എന്താണ്, ഇപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ നീഡ്സ് മനസ്സിലാക്കി, എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് എന്നുള്ളത് അവരെ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകരണങ്ങള് വാങ്ങിക്കുന്നു. അതാണ് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. ക്ലിയർ ആയോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് എന്താണ്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർ അവൈലബിലിറ്റി. എന്താണ്, നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോ സെലക്ട് ചെയ്യുമ്പോ എന്താണ് ചെയ്യുന്നത് നോക്കേണ്ടത്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതിന് പാർട്സുകൾ അല്ലെ, സ്പെയർ പാർട്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മള് ഒരു ഉപകരണം സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, കസ്റ്റമർ അല്ലെങ്കിൽ എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുള്ള സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, സ്പെയർ പാർട്സ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഉപകരണം വാങ്ങിക്കാൻ, സെലക്ട് ചെയ്യാനായിട്ട്. എന്താണ്, ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. എന്താണ്, നമ്മളൊരു ഉപകരണം വാങ്ങിച്ചു അല്ലെ, ആ ഉപകരണം വാങ്ങിക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റലേഷൻ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ട് വേണം ഓരോ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇനി എന്താ പറയുന്നത്, ഇൻസ്റ്റാൾ ചെയ്തപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ആ സ്റ്റാഫുകൾക്ക് പ്രത്യേക രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് അല്ലെ, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം, ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രത്യേക ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് നടത്തണം. പിന്നെന്താണ്, മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ ഫ്രിഡ്ജോ ടിവിയോ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോ അതിനകത്ത് മാനുവൽസ് കണ്ടിട്ടുണ്ടാവില്ലേ, ചെറിയൊരു ബുക്കായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങള്, ചെറിയൊരു ബുക്ക് മാനുവല്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയുണ്ടാവും, ഓരോ പാർട്സിന്റെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, വയർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മാനുവൽസ് അല്ലെങ്കിൽ മാനുവൽസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ പ്രവർത്തിപ്പിക്കാം, വയറുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓരോ പാർട്സും ഓരോ അതിന്റെ പിക്ചർ തന്നിട്ട് നമുക്ക് അതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വയറ് നമുക്ക് കണക്ട് ചെയ്യാം, എങ്ങനെ പ്രവർത്തിപ്പിക്കാം, എങ്ങനെ ഓൺ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെയാണ് മാനുവൽ, ചെറിയൊരു ബുക്ക്, ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്,
സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്വിപ്മെന്റിൽ പറയുന്നത് നമ്മൾ ഓരോ ഉപകരണം സെലക്ട് ചെയ്യുമ്പോഴും സംഭരിക്കുമ്പോഴും എന്തൊക്കെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമ്മൾ എന്താണ് പറയുന്നത്, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ മെറ്റീരിയൽസ് നമ്മള് സെലക്ട് ചെയ്യാനും സംഭരിക്കാനും. പിന്നെ എന്താണ്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, സ്പെയർ പാർട്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഓരോ ഉപകരണങ്ങളും വാങ്ങിക്കാൻ. പിന്നെ എന്താണ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെന്താണ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അവിടെ ഓഫീസിലെ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ ആളുകൾക്ക് പ്രത്യേക രീതിയിൽ ആ ഉപകരണം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകണം, ടെസ്റ്റിങ്ങും ചെയ്യണം. പിന്നെന്താണ്, മാനുവൽസ് അല്ലെ, മാനുഫാക്ചേഴ്സ് മാനുവൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഉപകരണങ്ങളും സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയൊന്ന്, വായിച്ചു നോക്കട്ടോ. 1 മിനിറ്റ് വെള്ളം കൊടുത്തിട്ട് കേട്ടാ. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയട്ടെ, നെക്സ്റ്റ് ടോപ്പിക് പറയാം നമുക്ക്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അധികാരവും ഉത്തരവാദിത്തങ്ങളും ആരുടെയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരം എങ്ങനെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഗുഡ്സ് ആൻഡ് സർവീസസുകള് സംഭരണത്തിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസുകളുടെ സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകുന്നതിനുള്ള അധികാരം ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകുന്നതിനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. ഇനി എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം അല്ലെ, എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യമനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. എന്താണ്? ഇപ്പോ മെറ്റീരിയൽസ് ഏതെങ്കിലും ആവശ്യമാണോ, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഇനി എന്താണ്? Responsibility for evaluation of specification and if incomplete or incorrect has the authority to challenge specification. എന്താ പറയുന്നത്? ഓരോ സ്പെസിഫിക്കേഷൻ, ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണ്? സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ, ഇന്ന മെറ്റീരിയൽ അല്ലെ, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പർട്ടിക്കുലർ മെറ്റീരിയൽ ഉണ്ടാവും. അതിനെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് പറയേണ്ടത് സുഷാൻ? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ നമ്മളെ? മൂന്നാമത്തെ പോയിന്റ് ആണോ?
ആദ്യം തൊട്ട് പറയണോ? ഫസ്റ്റ് എന്താ പറഞ്ഞത്? അതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസുകള് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ട് നൽകുന്നതിനുള്ള അധികാരം. ഇനി എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ നീഡ്സ് എന്താണോ, ആവശ്യങ്ങൾ എന്താണോ അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഇനി തേർഡ് നോക്കിയേ. തേർഡ് എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് ആവശ്യം, പർട്ടിക്കുലർ മെറ്റീരിയല്, അതിനെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന മെറ്റീരിയൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും വിലയിരുത്തുകയും ഇപ്പോ സപ്ലയേഴ്സ് കൊണ്ടുവരുമ്പോ ചിലപ്പോ എന്താണ് തെറ്റായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാം, ചിലപ്പോൾ എന്താണ് പറഞ്ഞിട്ടില്ലാത്ത മെറ്റീരിയൽസ് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ അതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള, ചലഞ്ച് ചെയ്യാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. കിട്ടിയോ? മൂന്നാമത്തേത് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? നാലാമത്തെ നോക്കിക്കോളൂ കേട്ടോ. റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെഞ്ചർ representative and arrange for bidding or negotiation for the goods and services. Goods and services വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല വെൻഡേഴ്സിന്റെ വെൻഡേഴ്സിൽ നിന്ന്, സപ്ലയേഴ്സിന്റെ ഇന്റർവ്യൂ നടത്താറില്ലേ? ചിലപ്പോ എങ്ങനെയാണ്? ചർച്ചകൾ, അവരുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട്. ചിലപ്പോൾ ലേലവുമായി ബന്ധപ്പെട്ട് പല വെൻഡേഴ്സിൽ നിന്നും ചർച്ചകൾ നടത്താറുണ്ട്. അപ്പൊ ഇന്റർവ്യൂസ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പല ചർച്ചകള്, പല ലേലങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ആരുമായിട്ടാണ് നമ്മൾ ചെയ്യാറായിട്ടുള്ളത്? ലേലങ്ങളോ അല്ലെങ്കിൽ ചർച്ചകൾ വെക്കാറായിട്ടുള്ളത് ആരുമായിട്ടാണ്? സപ്ലയേഴ്സും കസ്റ്റമേഴ്സും തമ്മിലാണ് അല്ലെ? അപ്പൊ അവരുമായിട്ട് നമ്മൾ ചർച്ചകള്, ലേലങ്ങളൊക്കെ നടത്തുമ്പോ അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകള്, അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകള് നമ്മള് ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇനി നോക്കിയേ. To get correct quality and quantity at the economical price to supply material as needed for the various department. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്? ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടും ക്വാണ്ടിറ്റി, അവര് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടും എക്കണോമിക് പ്രൈസ് എന്ന് പറഞ്ഞാല് മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ കൊടുക്കുന്ന പ്രൈസ് ഉണ്ടാവുമല്ലോ, ആ പ്രൈസിനെയാണ് എക്കണോമിക്കൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൈസിലുമായിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഹോസ്പിറ്റലിലെ അല്ലെ? എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റേതും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ടുകള് കൊടുക്കുന്നു. അതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. പിന്നെന്താണ്? ഓരോ സ്പെസിഫിക്കേഷനും ഇന്ന മെറ്റീരിയൽ വേണം എന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സപ്ലയേഴ്സിൽ നിന്ന് ആ മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോ, കളക്ട് ചെയ്യുമ്പോ ഇവാലുവേറ്റ് ചെയ്യണം ഇന്ന മെറ്റീരിയൽ ആണോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അവരെന്തെങ്കിലും
തെറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇൻകറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഇനി എന്താണ്, നമ്മള് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ വാങ്ങിക്കുമ്പോൾ വെൻഡേഴ്സുമായിട്ട് നമ്മൾ ചർച്ച നടത്താറുണ്ട്, അല്ലെങ്കിൽ ലേലവുമായിട്ട് ബന്ധപ്പെട്ട് പല ഇന്റർവ്യൂസ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂസ് നടത്തുമ്പോൾ അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കണം. പിന്നെ എന്താണ്, നല്ല ക്വാണ്ടിറ്റി, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിലാണ് സപ്ലൈ ചെയ്യുന്നത്? നല്ല ക്വാളിറ്റിയോടെയും നല്ല ക്വാണ്ടിറ്റിയോടെയും അതുപോലെ എക്കണോമിക്കൽ പ്രൈസിലുമാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും വാരിയസ് ഡിപ്പാർട്ട്മെന്റിന് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആയ? ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. The person that normally runs the purchasing department is called the purchasing manager എന്നാക്കണം കേട്ടോ. പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജർ ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തി, അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് മാനേജർ എന്ന് പറയുന്നത്. ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തിനെയാണ് അല്ലെങ്കിൽ പേഴ്സണെയാണ് നമ്മള് പർച്ചേസ് മാനേജർ എന്ന് പറയുന്നത്. Then purchasing job description is strategic in nature and usually consists of the following. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പർച്ചേസ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ്. പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, maintaining the purchasing policy and ensuring that all purchasing stick to it. എന്താ പറയുന്നത്? പർച്ചേസ് പോളിസി അല്ലെ, പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസികളും ഉണ്ടാക്കുകയും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? പർച്ചേസ് പോളിസി രൂപപ്പെടുത്തുകയും അല്ലെങ്കിൽ ഉണ്ടാക്കുകയും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇനി എന്താണ്? choosing the suppliers that the company will deal with and keeping the legal interaction with them. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലില് ഓരോ സപ്ലയേഴ്സും എന്താണ് ഒരു വെൻഡേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് അവർക്ക് യോജിച്ച, ഓർമ്മയുണ്ട്? അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാ? ഓർമ്മയില്ലെങ്കിൽ അതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്? വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ ഡീല് ചെയ്യുന്നത്. അപ്പോ വെൻഡേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് അംഗീകൃതമായിട്ടുള്ള ആ ലിസ്റ്റ് നോക്കി വെൻഡേഴ്സിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഡീലിംഗ് നടത്തും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇനി എന്താണ്? മാനേജിങ് എനി SLAs. എന്താണ്? സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഫുൾ ഫോം ഒക്കെ ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരച്ചു വെക്കാം. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ചെറുതാക്കിയിട്ട് മുമ്പ് പറഞ്ഞു തരാം കേട്ടോ. എന്താണ്? ഒരു കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇതിൽ കൊടുക്കുന്നത് എന്താണ്? ഇതില് ഞാൻ വായിച്ചു തരാം, എഴുതിയത് വായിച്ചു തരാം കേട്ടോ. SLA is a written agreement that defines standards for support. In short, the customer service guarantee. This could refer to quality, availability, or timeliness of the service being provided. SLA are usually part of a large contract. എന്നാ പറയുന്നത്? നിങ്ങളിത് പഠിക്കേണ്ട, മനസ്സിലാവാൻ വേണ്ടി വായിച്ചതാണ് കേട്ടോ. SLA എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലാണ്? സപ്ലയർ എന്ന് വാങ്ങുന്ന വ്യക്തിയും കസ്റ്റമേഴ്സും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
ഇനി ഇപ്പോ എന്താണ് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് അവർ ഒരു ഗ്യാരണ്ടി തരും അല്ലെ, വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ, ഇത്ര വർഷം അല്ലെങ്കിൽ 2 വർഷം വാറന്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ നമ്മള് ദോശപ്പാനൊക്കെ വാങ്ങിക്കുമ്പോ 1 വർഷം വാറന്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു കാർഡ് തരില്ലേ നമുക്ക് 1 year വാറന്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഇത്ര വർഷത്തേക്ക് ഈ സർവീസ് കംപ്ലീറ്റ് ആക്കും എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്. അവിടെ ഒന്ന് എഴുതി വെക്കട്ടോ, മനസ്സിലായത്? ഗ്യാരണ്ടി വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തു തരുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് പോലെ നമുക്ക് തരാറില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി ദാറ്റ് മേ ബി ഇൻ പ്ലേസ് ആൻഡ് മാനേജിങ് any master agreement between the supplier and the company. ഇനി മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാലും എന്താണ്, സപ്ലയറും കസ്റ്റമറും തമ്മിലുള്ള എഗ്രിമെന്റ് തന്നെയാണ്. ഇപ്പൊ വലിയൊരു പ്രൊക്യൂർമെന്റ് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് ഒരു ഡീല് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കോൺട്രാക്ട് ആണ് എന്ന് പറയുന്നത് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല്. വലിയ ഒരു എന്താണ് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് സപ്ലയറും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിൽ ഒരു ഡീല് വെക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മള് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് SLAയും മാസ്റ്റർ എഗ്രിമെന്റ് മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായ? ഓക്കെ. അപ്പൊ സർവീസ് ലെവൽ എഗ്രിമെന്റും മാസ്റ്റർ എഗ്രിമെന്റും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അത് ആരുടെ ജോബാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുകയും സെലക്ട് ചെയ്ത് ജോബ് കൊടുക്കുകയും അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയും നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യുന്ന ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. Collaboration with other department, especially the accounting, manufacturing and stock department. സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ടിങ്ങും മാനുഫാക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒരു കൊളാബറേറ്റ് അല്ലെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയും ആരുടേതാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് നെക്സ്റ്റ്? എന്താണ്? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് after analyzing the management information available. എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ അല്ലെ, എന്താ പറയുന്നത്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ ലഭിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷനിൽ നിന്ന് അത് അനലൈസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യണം, കോസ്റ്റിംഗ് നോക്കാം, അതുപോലെ തന്നെ കോസ്റ്റ് സേവിങ്ങും നോക്കുക. ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ വിലയിരുത്തിയതിനു ശേഷം അനലൈസ് ചെയ്തതിനു ശേഷമാണ് ബഡ്ജറ്റിങ്ങും കോസ്റ്റിങ്ങും കോസ്റ്റ് സേവിങ്ങും ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. നമ്മളിപ്പോ ഒരു സപ്ലയറിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചു, അതെന്താണ്? ഇപ്പോ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് അത് സേഫ്റ്റി ഉണ്ടാവോ, ഹെൽത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജറുടെ, പർച്ചേസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഓവർസീയിങ് ഇൻ ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. എന്താണ്? വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ചുമതലയും ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. പിന്നെന്താണ്? ലിയേസൺ. ലിയേസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബന്ധം. ഓക്കെ, അറിയാം. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഓർ കോർപ്പറേഷൻ വിച്ച് മേക്സ് ഈസി ഫോർ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ അല്ലെ. അവിടെയുള്ള എന്താണ്? ഹോസ്പിറ്റലിലുള്ള പല സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ആ സ്റ്റാഫുകളുടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. അതും ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മള് അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ സഹകരിച്ചു പോവുകയും ചെയ്യണം എന്നുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. എല്ലാവരെയും സഹകരിപ്പിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുപോവേണ്ട ഡ്യൂട്ടി. ക്ലിയർ ആയ? മനസ്സിലായ ഫസ്റ്റ് പോയിന്റ്? ഇനി നോക്കിയേ, ഇതും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസ് ക്ലർക്കിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്നത് അസിസ്റ്റന്റ് എന്നും കൂടിയും പറയുന്നുണ്ട്. ക്ലിയർ ആയ? അതും കൂടി ഒന്ന് അടിയിൽ വരച്ചു വെക്കാം കേട്ടോ, എക്സാമിന് ചോദിക്കാം. The purchasing clerk undertake day-to-day work. ദൈനംദിന ജോലി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ആര്? പർച്ചേസിംഗ് ക്ലർക്ക്. പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് പർച്ചേസിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഇനി നോക്കിയേ ഡ്യൂട്ടി നോക്കിയേ. കളക്ട് ഓർ മാനേജ് purchase orders and purchase requisition so as to order material goods and supplies. എന്താണ്? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഓർഡറുകൾ എടുക്കണോ അല്ലെ? പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഓർഡർ എടുക്കുക, അവരുടെ ആവശ്യങ്ങള്. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യർത്ഥന നടത്തൽ അല്ലെ? ഇപ്പൊ നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓർഡർ എടുക്കണം. മെറ്റീരിയൽസിന്റെ ഓർഡർ ഒക്കെ കളക്ട് ചെയ്ത് അത് ലയിപ്പിക്കേണ്ട. മറിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയിപ്പിക്കുക. ലയിപ്പിക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ആരുടേതാണ്? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി. എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, യൂസർ ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ഏതാണ്. ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റുകൾ സ്പെസിഫൈ ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഏതാണ് എന്നുള്ളതൊക്കെ നോക്കി കളക്ട് ചെയ്ത് അത് മർജ് ചെയ്ത് വെക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. പിന്നെന്താണ്? ഈ എന്ത് ചെയ്തു? ഈ ഇൻഫർമേഷൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി എന്താണ്? ഡെലിവർ ദം ഇൻ ടു ദ സപ്ലയർ. ഈ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനു ശേഷം സപ്ലയർക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു, കൈമാറുന്നു. ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇന്ന മെറ്റീരിയൽ വേണം എന്നുള്ളത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് സപ്ലയർക്ക് നമ്മൾ കൈമാറി. ക്ലിയർ ആയോ? രണ്ട് പോയിന്റും മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഒന്നും കൂടി ഒന്ന് നോക്കാം അല്ലെ? ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം, റീചെക്ക് ചെയ്യാം. ഇന്ന മെറ്റീരിയൽ തന്നെയാണോ ഈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇന്ന മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് വിലയിരുത്തി നോക്കി റീചെക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലൈസ് ഓൺ ദ ഡെയിലി ബേസിസ്. എന്താണ്? ഡെയിലി ബേസിസില് സപ്ലയറുമായിട്ട് ആശയവിനിമയം നടത്തണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ അയാളെ വിളിച്ചുകൊണ്ടിരിക്കണം, ഇപ്പൊ കിട്ടും, ഇന്ന് കിട്ടും എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സപ്ലയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സപ്ലയർ എന്നാക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ. സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. സപ്ലയറുമായിട്ട് എന്നും ഡെയിലി ബേസിസിൽ നമ്മൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം. സപ്ലയറുമായിട്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി എന്താണ്? അങ്ങനെ നമ്മള് എല്ലാ ദിവസവും നമ്മൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി എന്താ? സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ. ഓർഡറിനെതിരായിട്ടുള്ള ഡെലിവറികൾ സൂക്ഷ്മ പരിശോധന നടത്തണം. ഇപ്പോ സപ്ലയറിനോട് നമ്മൾ കൃത്യമായിട്ടാണോ ഓർഡർ കൊടുത്തിരിക്കുന്നത്, അതുപോലെ അവർ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയല് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുണ്ടോ, അല്ലെ തെറ്റായ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഒന്നും കൂടി അത് സൂക്ഷ്മ പരിശോധന നടത്തണം. അതാണ് അടുത്ത പോയിന്റ്. ഇനി എന്താണ്?
നമ്മള് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അയാളോട് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി. അപ്പോ നമ്മള് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് ചിലപ്പോ ഇത്ര എണ്ണം എന്നുള്ളത് ചിലപ്പോ 9 എണ്ണം പറഞ്ഞിട്ട് ചിലപ്പോ 8 എണ്ണം ആയിരിക്കാം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് അയാളോട് വിളിച്ചു പറയണം നമ്മൾ ഇന്നത് ഇത്ര എണ്ണമാണ് എന്നുള്ളത്. ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തി അതിനുശേഷം എന്താണ് ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി എന്താണ് ഓർഡർ എന്നാക്കണം കേട്ടോ അവിടെ. എനി ഓർഡർ എന്താ ഇപ്പൊ ഓൺലൈൻ ഒക്കെ ആണെങ്കിൽ എന്താണ് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ആണെങ്കിൽ എന്താ നമ്മള് എവിടെ എത്തി ഇപ്പൊ എത്തോ എത്ര മിനിറ്റിനുള്ളിൽ എത്തും അല്ലെങ്കിൽ എന്താണ് അയാൾ നമ്മളെ വിളിക്കും അല്ലെ. ട്രേസ് ചെയ്യും നമ്മള് വീട് ഏതാണ് ലൊക്കേഷൻ എന്നുള്ളത്. അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ക്ലിയർ ആയോ? മനസ്സിലായോ? അത്രയും പോയിന്റ്. ഇനി എന്താണ് നോക്കിയേ, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈസ് ഓർഡർ, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ് അല്ലെ. ചിലപ്പോ എന്താണ് നമ്മള് ഓർഡർ ചെയ്യാത്ത അല്ലെങ്കിൽ എന്താണ് സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ വരാം. അതുപോലെ തന്നെ എന്താണ് അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞതിനെക്കാട്ടിലും കുറവ് കൊണ്ടുവരാം. അണ്ടർ ഓർഡർ എന്ന് പറഞ്ഞാല് പറഞ്ഞതിനെക്കാട്ടിലും കുറവ്. ഞാനിപ്പോ 10 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നത് ചിലപ്പോ 8 എണ്ണമായിരിക്കാം. നമ്മൾ പറഞ്ഞതിനെക്കാട്ടി കുറവ് കൊണ്ടുവരാം. ഇനി ഓവർ ഓർഡർ എന്താണ്? ഞാനിപ്പോ 10 എണ്ണം പറഞ്ഞു, 15 എണ്ണം കൊണ്ടുവന്നു. ഓവർ ആയിട്ട് ഓർഡർ ചെയ്യാം. അതുപോലെ ഡാമേജ്ഡ് ഗുഡ്സ്. അപ്പം നോൺ സപ്ലൈ ചെയ്യാത്ത ഓർഡേഴ്സ് ഉണ്ടാവാം. അതുപോലെ എന്താണ് അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ്, ഡാമേജ്ഡ് ഗുഡ്സ്, ഇതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി പർച്ചേസിംഗ് ക്ലർക്കിൻ്റെതാണ്. ഇനി എന്താണ് മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ് ആർ സെന്റ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ് അല്ലെ. ഈ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സ് ബില്ല് സപ്ലൈയർ തരും അല്ലെ. ഇൻവോയ്സ് ബില്ല് എന്താണ്? ഡീറ്റെയിൽഡ് ബില്ലാണ്. അപ്പൊ ഈ ഇൻവോയ്സ് ബില്ല് നമ്മൾ അക്കൗണ്ട്സിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. പിന്നെന്താണ് ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ട്സും എന്ത് ചെയ്യണം? ഉണ്ടാക്കുകയും അത് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? പർച്ചേസിംഗ് ക്ലർക്കിൻ്റെതാണ്. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് ക്ലർക്കിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആയി. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും വരുമ്പോ വായിച്ചുകൊണ്ട് വരണം. ഓക്കെ.